പ്രഗ്നന്റ് ആവൂ ഇപ്പം കിട്ടും റീച്ച് യൂട്യൂബ് ചാനൽ കത്തും എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരും സ്നേഹം കൊണ്ട് പറയുന്നുണ്ട് കത്തിക്കോട്ടെ വെച്ചിട്ട്. ഹലോ ഐ എം ശ്രുതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ എന്താ വീഡിയോ ഒരു Q&A ആണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഞാൻ ഈ വീഡിയോ ഒരാവശ്യം ആക്ച്വലി ഷൂട്ട് ചെയ്തതാണ്, ബട്ട് അതങ്ങനെ ക്ലിപ്പുകളൊന്നും ശരിയായില്ല. സോ നമ്മൾ റീഷൂട്ട് ചെയ്യാണ്. സോ എന്നോട് ക്ഷമിക്കാം. അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി അറിയാം. ഷോർട്സിലുള്ള കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സും വ്യൂസും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് വേണ്ടിയിട്ട് എൻ്റെ പേര് ശ്രുതി സത്യൻ, മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ മാരീഡ് ആണ്. ഞാൻ 21 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. എനിക്കിപ്പോൾ 26 വയസ്സായി. ഞാൻ 99 ബോണാണ്. ജെൻസി ആണെന്ന് പറയാം. 97 തൊട്ട് ജെൻസി ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ജെൻസി ആണ്. ബട്ട് ഞാൻ 90s കിഡാണ്. മീൻസ് ഞാൻ 99 മെയ് 5 ജനിച്ചത്. ഞാനിതൊരു 5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് നമ്മൾ ഇവിടെ എത്തി നിൽക്കണു. ഞാൻ മോഡലിംഗ് ഒക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ആഡൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പരിപാടി ടെക്സ്റ്റൈൽ ഷൂട്ട്സ് അങ്ങനെ എല്ലാത്തിനും പോകാറുണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. സോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ നോക്കിയിട്ട് ഇനി പറയാം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഇതിലൊക്കെ ആൻസറൊക്കെ, എങ്കിലും വീണ്ടും നമുക്ക് പറയാം. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കുറച്ച് ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്ത് ചോദിക്കാം. ചേച്ചി ഒരു ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഫാഷൻ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് പേരോട് ഹൈറ്റും വെയിറ്റും ചോദിക്കാറുണ്ട്. ഞാൻ ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ കുറച്ച് ഷോർട്ടാണ്. ബട്ട് 157 ആണ്. 5 feet 2 inches കഷ്ടി എന്ന് പറയാം. ആൻഡ് വെയിറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതിപ്പോൾ 54 ആവാറുണ്ട്. ഇപ്പോൾ ഞാൻ 52 ആണ്. 53, 54, 51 അങ്ങനെയൊക്കെ വരാറുണ്ട്. 50 ആയിരുന്നു, പിന്നെ അത് 59 ആയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞു. അതിന് പണ്ടൊരു 3 കൊല്ലം 4 കൊല്ലം മുമ്പ് 45 ആയിരുന്നു, 42 അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ആൻഡ് അതൊക്കെ തോന്നുന്നു ഇങ്ങനെ ഇതുകൊണ്ടായിരിക്കും ആൾക്കാർ ചോദിക്കുന്നുണ്ടാവുക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ വെയിൻ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ ലുക്കിനെ അളക്കരുത്. അത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിക്ക് കുറച്ചൊരു ഒബ്സഷൻ ഉണ്ട്. ഇപ്പോഴും എനിക്കൊരു 50 kg ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫോർ സം റീസൺ എൻ്റെ വെയിറ്റ് 50 ആവുന്നില്ല. 51, 52 അങ്ങനെ നിൽക്കുകയാണ്. 50 ആകുമ്പോഴേക്കും ഒരു ക്ഷീണമല്ല, എന്നെ കാണുമ്പോൾ ഭയങ്കര ക്ഷീണം എനിക്ക് തന്നെ തോന്നി തുടങ്ങുകയാണ്. ഇപ്പം ഞാൻ ഡയറ്റിലല്ല. ഇന്നലെ ഞാൻ ബിരിയാണി കഴിച്ചു. പക്ഷേ എന്നാലും ഞാൻ കഴിഞ്ഞ 2 ആഴ്ച ഞാൻ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു മാസത്തിൽ 2 ആഴ്ച ഡേറ്റ് ചെയ്ത് പിന്നെ ഒരാഴ്ച ഡേറ്റ് ചെയ്യില്ല. വൈകിട്ട് കഴിക്കും, പിന്നെ ഒരാഴ്ച ഡേറ്റ് ചെയ്യും, വിച്ച് ഈസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. ബട്ട് ഒരു 2 ആഴ്ചയൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ചെയ്യുകയാണെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ലൈക്ക് മൈക്രോ കാലറി വരെ കൗണ്ട് ചെയ്ത് ഞാൻ കഴിക്കും. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ സൂൺ ചെയ്യുന്നതാണ്. ബട്ട് എനിക്കിതൊരു ഹരമാണ്. ചില സമയത്ത് എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കതൊരു ഹരമായിട്ട് മാറാറുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി, വെയിറ്റ് ലോസിൻ്റെ പരിപാടിയും. സോ ഞാനത് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അപ്പം സംസാരിക്കാം. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഹൈറ്റും വെയിറ്റും എനിക്ക് ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഹൈറ്റ് വെയിറ്റ് ചേച്ചിൻ്റെ വേസ്റ്റ് സൈസ് ഏതാണ് ബ്രാൻഡ്സ് വെച്ചായിരിക്കും. ആക്ച്വലി എൻ്റെ വേസ്റ്റ് സൈസ് 25 ആണ് വരിക. പിന്നെ ചില ബ്രാൻഡിൽ ഒരു ഇതെല്ലാം ബ്രാൻഡിൽ 26 ആണ് അവൈലബിൾ. 26 വാങ്ങും. ചിലതിലേക്ക് 28 ഒക്കെ വരാറുണ്ട്. അത് അവരുടെ സൈസിങ്ങിൻ്റെ വ്യത്യാസം വെച്ചിട്ടാണ്. പക്ഷേ നോർമൽ 26 ആണ് ഞാൻ ജീൻസ് വാങ്ങാറുള്ളത്. ഇതൊക്കെ ഞാൻ ഇതിന് പറയണമെന്ന് വെച്ചാൽ അത്രയും ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ്. ഷെയർ യുവർ ഡയറ്റ് പ്ലാൻ, ഓൾസോ ദ ഹൈലൈറ്റർ യു ആർ യൂസിങ്. ഹൈലൈറ്റർ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. മെബിലിൻ്റെ മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഒരു ഗ്ലാസ് സ്കിന്നാണ് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരുപാട് ഹൈലൈറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്, പലതും യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈലൈറ്റർ ലുക്കിന് ഈ സ്റ്റിക്ക് ഹൈലൈറ്റേഴ്സ് നല്ലതാണ്. മെബിലിൻ ഫേസസ് സ്കാനോടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ കെ ബ്യൂട്ടിയുടെ ലിക്വിഡ് ഹൈലൈറ്റർ നല്ലതാണ്. അപ്പോൾ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഇവിടെ പ്രൊഡക്ട്സ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഡയറ്റ് പ്ലാൻ ഞാൻ അതിനൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ കാലറി ഡെഫിസിറ്റ് ആണ് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ബേസിക്കലി ഇപ്പോൾ വെയിറ്റ് കൂട്ടാനാണെങ്കിൽ കാലറി കൂട്ടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സൂൺ ചെയ്യുന്നതാണ്. അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ അത്രയും ഇരുന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത്രയും ഇരുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ കാണാത്ത വീഡിയോസ് ഇല്ല, നോക്കാത്ത കാര്യങ്ങളില്ല, പലതരത്തിലുള്ളത് അത്രയും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ പറയാം. Did you learn fashion designing courses because your fashion sense is good? Thank you. നിങ്ങൾ എൻ്റെ ഫാഷൻ സെൻസ് നല്ലതെന്ന് വിചാരിക്കുന്നത് എനിക്ക് നന്ദിയുണ്ട്. ബട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒന്നുമല്ല, ഞാൻ പഠിച്ച ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ഐ എം സോറി. ബട്ട് താങ്ക് യു. ഓക്കെ, ഞാൻ മുമ്പ് മേക്കപ്പ് ഗേളി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഫാഷൻ ഗേളിയാണ്. എനിക്കറിയില്ല അതെങ്ങനെ പറ്റിപ്പോയി എനിക്ക്. ഹൗ വാസ് യുവർ ജേർണി ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ത്രൂ ദീസ് ഇയേഴ്സ്? ആക്ച്വലി ഞാൻ അത് വീഡിയോ ആയിട്ട് ഒരെണ്ണം ചെയ്യണം ചോദിക്കാണ്ട് മൈ ജേർണി ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഫോർ 5 years എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് അത് പറയാൻ മാത്രം കഥയാണ്. ബിക്കോസ് 5 വർഷമായി. പക്ഷേ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് അപ്സ് ആൻഡ് ഡൗൺസ്. ആൻഡ് അപ്സ് ആയിരുന്നു ഫസ്റ്റ്, അപ്സ് ആൻഡ് ഡൗൺസ് ആൻഡ് അപ്സ് ആൻഡ് ഇങ്ങനെ പിങ്ങിന് ഇങ്ങനെയൊക്കെയാണ്. ആൻഡ് എനിക്കറിയില്ല അതെങ്ങനെ പറയണ്ടേ എന്നുള്ളത്. ഞാൻ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം. ഞാൻ ലവ് സ്റ്റോറി കേട്ടിരുന്നു. ഏത് പോയിന്റിലാണ് ശ്രുതി ഹീസ് ദ വൺ എന്ന തോട്ട് വന്നു? എനിവേ ഇപ്പോഴൊക്കെയാണല്ലോ ഏത് പോയിന്റിലാണ് ഹീസ് ദ വൺ എന്നൊക്കെ തോട്ടൊക്കെ വരിക. നമ്മളൊക്കെ പണ്ട് 3 മൂവിലൊക്കെ കണ്ടുപോലെ ആദ്യം വന്ന് ഇഷ്ടമെന്ന് പറയും, ആദ്യം വന്ന് ഫ്രണ്ട്സ് ആവില്ലല്ലോ, ആദ്യം വന്ന് ഇഷ്ടമെന്ന് പറയും, പിന്നെ തിരിച്ച് നമുക്ക് കുറേ കാലം പിന്നാലെ നടക്കും, പിന്നെ തിരിച്ച് ഇഷ്ടമെന്ന് പറയും. തിരിച്ച് ഇഷ്ടമെന്ന് പറയുന്നത് ഹീസ് ദ വൺ തോന്നിയിട്ടായിരിക്കും കല്യാണം കഴിക്കാം എന്നുള്ളതിലാണ് നമ്മൾ ഇഷ്ടമെന്ന് പറയണത്. എൻ്റെ
അങ്ങനെയായിരുന്നു. ബ്രേക്കപ്പ് ഒന്നും അങ്ങനെ ഒരു മൈൻഡിലേ ഉണ്ടായിരുന്നില്ല. സോ യാ കുറേ ചെക്കന്മാരൊക്കെ സമയത്ത് പിന്നാലെ നടന്നിരുന്നു. കുറേ ആ സമയത്ത് ഒരു വിധമില്ല പെൺപിള്ളേർ. ആ നമ്മുടെ സമയത്തൊക്കെ പെൺപിള്ളേർ അങ്ങോട്ട് പോയി ഇഷ്ടമെന്ന് പറഞ്ഞ് കുറവായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൗണിന് ശേഷമാണ് കുറച്ചധികം കൂടിയതുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് സോ നൈസ്. നമ്മൾ അങ്ങോട്ട് പറയണം ഇങ്ങോട്ട് പറയണം, വൈ ആമ്പിള്ളേർ കൂടുതൽ പറയണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആ സമയത്ത് നമ്മളൊരു പ്രായത്തിൽ കുറേ ചെക്കന്മാർക്ക് പിന്നാലെ നടക്കും, അതൊക്കെ നോർമലാണല്ലോ. ആ സമയത്ത് ഇവൻ്റെ പ്രത്യേകത അങ്ങനെ സംസാരിക്കില്ല. കുറേ ചെക്കന്മാരൊന്ന് കുറേ സംസാരിക്കും, അതിങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം എനിക്കറിയില്ല. അപ്പം ഞാൻ ഫ്രണ്ട്സായി പോകും. എനിക്ക് ഫ്രണ്ട്സായി പ്രേമിക്കാനൊന്നും പറ്റില്ല. അതാണ്, ഞാൻ ഫ്രണ്ട്സാണ്. ഫ്രണ്ടായിട്ട് എനിക്കറിയില്ല. ആ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ആൻഡ് എന്തോ നമുക്ക് ഇഷ്ടങ്ങടായി. എന്താണെന്ന് ചോദിക്കരുത്. മറ്റേ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടുപോയി. ഞാൻ വെഡ്ഡിങ് കഴിഞ്ഞ് 4 വർഷമായി. 4 വർഷം. ടാറ്റൂസ് ഓർ പിയേഴ്സിങ്സ്. മൂക്കുത്തി ഉണ്ട്, ഒറ്റ കമ്മൽ, വേറെ പിയേഴ്സിങ്സ് ഒന്നുമില്ല. ആൻഡ് ടാറ്റൂസ്, ദിസ് ഈസ് മൈ ടാറ്റു. പിന്നെ കാലും ഒരു ടാറ്റു ഉണ്ട്, ഒരു ഡോഗ് ടാറ്റു. എനിക്ക് ഡോഗ്സ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഡോഗ് ടാറ്റു ഉണ്ട്. നമുക്കിനി ഗായത്രി എന്നുള്ള കുട്ടി ചോദിച്ചിട്ടില്ല, ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ പണ്ട് ഭയങ്കര വെയിറ്റ് കുറവായിരുന്നപ്പോൾ എല്ലാവരും പറയായിരുന്നു അത് കഴിക്കും മറ്റേത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അതിങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ അമ്മനെ പറയുന്നതിനപ്പുറം അത്രയ്ക്ക് നേർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അമ്മ തന്നെ പറയും ഞാൻ കാരണമേ നിനക്ക് തൊലിയൊക്കെ ഇവിടെ കട്ടിയായി പോയത്. അമ്മ അങ്ങനെ മുഖത്തടിച്ച് പറയുന്നത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ പുറത്തുനിന്നൊന്നും. പിന്നെ എൻ്റെ കൂടുതൽ ആൾക്കാർ, ഇപ്പം ഞാൻ അമ്മനെ പറഞ്ഞാൽ അമ്മയും അങ്ങനെ ആരും, എനിക്ക് കൂടുതൽ ആൾക്കാർക്ക് നല്ല ആൾക്കാരായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പിന്നെ ആൾക്കാർക്ക് അനുഭവമൊക്കെ ഉണ്ടായിട്ടായിരിക്കാം. പക്ഷേ കൂടുതൽ കുറേ നല്ല പേരുള്ളത് കൊണ്ട് എന്നെ അതിങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എഫക്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഭയങ്കര ബോഡി കോൺഷ്യസ് ആണ്. ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെയിറ്റൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാലം ജിമ്മിലൊക്കെ പോകാണ്ടിരുന്ന എൻ്റെ ബോഡി ഇതൊക്കെ മാറി എനിക്ക് ഭയങ്കര വീഡിയോ എടുക്കാൻ എനിക്ക് ഡ്രസ്സ് ഫിറ്റ് ആവാത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവാറുണ്ട്. അത് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാലും എനിക്ക് വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പക്ഷേ അങ്ങനെ അതിപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോഴാണ് എനിക്ക് കുറച്ചൊരു എഫക്റ്റ് ചെയ്യാൻ പോകണമെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഡെയിലി ക്യാമറയും വീഡിയോസൊക്കെ എടുക്കണോണ്ട് കേട്ടോ. റിലേഷൻഷിപ്പ് ആൻഡ് മാരേജിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് മനസ്സിലായില്ല, എന്തിനാണെന്ന് മനസ്സിലായില്ല. മാരേജിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് വെച്ചാൽ റിലേഷൻഷിപ്പ് മാരേജ് ആക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലവ് സ്റ്റോറി ഞാൻ താഴെ കണ്ടുനോക്കുക. അത് ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലാതെ എല്ലാ റിലേഷൻഷിപ്പിലുള്ള പോലെ അത്യാവശ്യം സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ അല്ലെങ്കിൽ പ്രത്യേക ഭീകരമായിട്ടൊന്നുമില്ല കേട്ടോ. നോർമൽ എല്ലാ റിലേഷൻഷിപ്പുള്ള പോലെ തന്നെ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. മാരേജ് ഇപ്പോൾ വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഇത്ര ചെറുപ്പത്തിൽ കാര്യം കെട്ടരുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ബിക്കോസ് ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത്രയും കൊല്ലമായിട്ട് അറിയാം എന്നുള്ളതുകൊണ്ട് ഓക്കെയാണ്. അതല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ചെറുപ്പത്തിലോ കല്യാണം കഴിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഫാമിലീസ് അങ്ങനെ കുഴപ്പമില്ലാതെ നമുക്കത് ഓക്കെയാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങളുടെ കാര്യമാണെങ്കിലും ഇത്ര സെറ്റാണെങ്കിൽ കൂടി എനിക്ക് തോന്നാറുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് കല്യാണം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ഫ്രീഡം കിട്ടിയത്. ബിക്കോസ് എനിക്ക് എന്ത് വേണേൽ ചെയ്യാവുന്നൊരു പോയിന്റ് വന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇഷ്ടമുള്ളത് പോകാൻ ഞാൻ തീരുമാനിക്കുന്ന പോലെ ചെയ്യാം. അതുകൊണ്ട് സോ ഇറ്റ് ഡിപ്പെൻസ് ഓരോരുത്തർ വെച്ചിട്ട്. എങ്കിലും നേരത്തെ കെട്ടണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ പൊതുവുള്ള അഭിപ്രായം. യൂട്യൂബ് നിർത്തി വേറെ ജോബ് നോക്കണം തോന്നിയിട്ടുണ്ട്. അത് തോന്നാത്ത ഒരാൾ ഞാൻ മാത്രമാണ്. എനിക്ക് ചുറ്റുള്ള എല്ലാവരോടും പറയാറുണ്ട് വേറെ ജോബ് നോക്കണം. പക്ഷെ ഞാൻ നോ എനിക്ക് ഇതന്നെ ചെയ്യണം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് ഇതൊക്കെ ഡൗൺ ഒക്കെ ആകുമ്പോൾ തോന്നി എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഡൗട്ട് തോന്നിയാൽ വരെ നിർത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് എങ്ങനെ സെറ്റാക്കുക എന്നുള്ള ചിന്തയാണ് തലയ്ക്കകത്ത് മൊത്തം. ഓക്കെ, അപ്പോൾ അങ്ങനെ തോന്നാറില്ല. ചേച്ചി കൊള്ള മൂവിയിലുണ്ടായിരുന്നു. യെസ്, അത് ഞാനായിരുന്നു കൊള്ള മൂവിയിലുണ്ടായിരുന്നത്. ജാനമേലും ഞാൻ തന്നെയായിരുന്നു. ഇപ്പോഴും കമൻസ് വരാറുണ്ട്. ജാനമനാണ് കൂടുതൽ കമൻസ് വരാറില്ല. പക്ഷേ എന്നെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. ആ സമയം വെച്ചപ്പോൾ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നെ കാണാൻ. ഇല്ലേ, വെർ ഇസ് യുവർ ഫേവറേറ്റ് പ്ലേസ് ടു ഗോ? എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഒന്നും ഇല്ല. എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ഞാൻ ആക്ച്വലി അധികം ട്രാവലൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ട്രാവൽ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ത്യക്ക് പുറത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ഇന്ത്യക്കുള്ളിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്ത്യക്കുള്ളിൽ കുറേ ഇനി കാണാനുണ്ട്. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അത് നടക്കണം. വാട്ട് ഈസ് യുവർ വ്യൂ ഓർ ഫീലിംഗ് മെൻ ആർ സ്റ്റിൽ റണ്ണിങ് ബിഹൈൻഡ് ബ്യൂട്ടി റെസ്പെക്റ്റീവ് ക്യാരക്ടർ ഓഫ് വുമൻ? മെൻ ഓൺലി കെയർ അബൌട്ട് ദ മെൻ മേക്കപ്പ് ഇട്ട പെൺകുട്ടികൾ പിന്നാലെ നടക്കുന്നത്. ബ്യൂട്ടി മാത്രം മതി, ക്യാരക്ടർ നോക്കുന്നില്ല. അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഞാനും വിലുവൊക്കെ പ്രേമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ അറിഞ്ഞിട്ടൊന്നും ആവില്ല. ബിക്കോസ് ഞങ്ങൾ ജൂനിയേഴ്സ് ആയിരുന്നു. അവന് കണ്ടു ഇഷ്ടമായി പ്രേമിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെ മേക്കപ്പ് ഇട്ട പെൺകുട്ടികൾ അങ്ങനെയൊക്കെ അറിയില്ല. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാച്ചുറലായ പെൺകുട്ടികൾക്കായിരുന്നു ആൾക്കാർ കൂടുതൽ ഇഷ്ടം. ഞാൻ തീരെ നാച്ചുറലായിരുന്നില്ല. ഞാൻ നല്ല മേക്കപ്പ് ഇട്ടായിരുന്നു എപ്പോഴും. പക്ഷേ മറ്റേ നാടൻ പെൺകുട്ടികൾ, നല്ല പെൺകുട്ടികൾ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് മോഡേൺ പെൺകുട്ടികളാണ് ഇഷ്ടമെന്ന്.
അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ അത് ഭയങ്കര നാടാണ്. കുറച്ചുകൂടി മോഡൽ പെൺകുട്ടികൾ വേണമെന്ന് പറയുന്നത് ആമ്പിളർ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. സോ അത് ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ അവരുടെ അഭിപ്രായം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹാപ്പിയായിട്ട് എടുക്കുക. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ സ്നേഹിക്കും. ആമ്പിളർ പോണവരോട് പിന്നാലൊക്കെ പൊക്കോട്ടെ. നമ്മൾ എന്തിനത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം? നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സന്തോഷത്തിന് അങ്ങനെ നടക്കുക, അത്രേ ഉള്ളൂ. ആൾക്കാർ ഇഷ്ടത്തിന് പലതും ചെയ്യും. അപ്പോൾ അങ്ങനെ ഭയങ്കര മേക്കപ്പെട്ട പെൺകുട്ടികൾ വരുന്നത് വിചാരിക്കണം അവരങ്ങനെ പൊക്കോട്ടെ. ക്യാരക്ടർ നോക്കി വരുന്നവരെ നമുക്ക് പറ്റിയ ആൾക്കാർ നമുക്ക് വരുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുക. കല്യാണം കഴിക്കാന്നല്ല, പ്രേമിക്കുക. കല്യാണമൊക്കെ വേണം കഴിച്ചാൽ നിങ്ങൾക്ക് പിന്നെ കല്യാണം കഴിക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുക, ഡേറ്റ് ചെയ്യുക, അതൊക്കെ ആണ് ചെയ്യേണ്ടത്. നമുക്ക് പറ്റിയ ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരും. അവർക്ക് പിന്നീട് മനസ്സിലാവും ക്യാരക്ടറാണ് നോക്കേണ്ടത്. ഈ പുറത്തുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യം അവർക്ക് പിന്നീട് മനസ്സിലാക്കി അവരായിട്ട് പഠിക്കട്ടെ. നമ്മളായിട്ട് അത് ആലോചിച്ച് വിഷമിക്കേണ്ട. ഓക്കെ, നിങ്ങൾ മേക്കപ്പ് ഇടണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. മാൽവിക ഈ കുട്ടി ചോദിച്ചിട്ടുണ്ട്, ഹാവ് യു എവർ തോട്ട് ഓഫ് ലോഞ്ചിങ് യുവർ ഓൺ ബ്രാൻഡ്? എനിക്ക് എൻ്റെ തന്നെ ബ്രാൻഡ് ഉണ്ട് ആക്ച്വലി. കമ്മൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമ്മലും ഇല്ല ജ്വല്ലറി ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്യാവശ്യം നല്ല സക്സസ് ആയിരുന്നു. ഫുൾ നമുക്ക് എല്ലാ സ്റ്റോക്കും പോയിട്ടുണ്ട്. ബട്ട് ഒരു വീഡിയോസ് കുറവിട്ടിരുന്ന സമയത്ത് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ യൂട്യൂബും ഡൗൺ ആയിരുന്നു, ഇൻസ്റ്റയൊക്കെ കുറച്ച് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാനിത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് രണ്ടും കൂടി ചെയ്യുമ്പോൾ അത് കുറച്ചൊന്നും നോക്കാൻ പറ്റണമെന്നല്ലാണ്, എനിക്ക് യൂട്യൂബ് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ആ കളക്ഷൻ സോൾഡ് ഔട്ട് ആയതിനു ശേഷം നമ്മൾ പിന്നീട് കുറച്ചും സെറ്റായിട്ട് ഞാൻ ഇവിടെ കുറച്ചും കൂടി ആക്റ്റീവ് ആണല്ലോ. നിങ്ങൾ നോക്കിയാൽ കാണാം, ഭയങ്കര ആക്റ്റീവാണെന്നല്ല, പക്ഷേ പണ്ടത്തേക്കാളും കുറച്ചുകൂടി അധികം ആക്റ്റീവാണ്, കൺസിസ്റ്റൻ്റ് ആണ് ഞാൻ കുറച്ചും കൂടി ഇവിടെ ആയാലും ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഇത് കുറച്ചുകൂടി സെറ്റായതിനു ശേഷം സ്വന്തം ബ്രാൻഡിലേക്ക് നോക്കാം. നമ്മളൊന്ന് തറ ഉറപ്പിക്കണമല്ലോ എന്നുള്ള സാധനം കൊണ്ടാണ്. ആൻഡ് നമ്മളത് കുറച്ചധികം പ്രൊഡക്ട്സ് ആയിട്ട് കുറച്ചധികം സാധനങ്ങൾ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നു. കുറച്ചധികം സെറ്റപ്പ് ക്ലോത്ത്സും അതും ഒക്കെ ആയിട്ട് ബെസ്റ്റായിട്ട് വരുന്നതാണ്. പിന്നെ ഓൺട്രപ്രണർ ശ്രുതി അത്ര നല്ലോണമെന്ന് എനിക്കറിയില്ല. അതെൻ്റെ കഴിവിൻ്റെ പരിപാടിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ബ്രാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ സോൾഡ് ഔട്ടായി. വീണ്ടും അത് കളക്ഷനൊക്കെ എടുത്ത് സെറ്റാക്കി നമ്മൾ വരുന്നതാണ്. ഹൂ ആർ വാട്ട് കീപ്സ് യു മോട്ടിവേറ്റ് വെൻ യു ഫീൽ ലോ? എന്താണ് മോട്ടിവേഷൻ? പൈസ ഉണ്ടാക്കണം, അതാണ് ഒന്നാമത്തെ മോട്ടിവേഷൻ. പൈസ ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞു, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടുള്ളൂ. അതാണ് ഒന്നാമത്തെ മോട്ടിവേഷൻ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ വാശിക്ക് ഞാൻ ചെയ്തെടുത്ത പരിപാടിയാണ്. അപ്പോൾ എനിക്കത് കാണിച്ചു കൊടുത്തേ പറ്റൂ, ഞാൻ തോൽക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിട്ട് ഞാൻ നിർത്തേ പറ്റും. അതാണ് എൻ്റെ ഒരു ഫയർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായ മടിയും ഭയങ്കരമായ മോട്ടിവേറ്റഡ് അല്ലാത്ത ഞാൻ ഇതിനത് ചെയ്യണം, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവാറുണ്ട്. ആൻസൈറ്റി പ്രോബ്ലം ഒക്കെ വന്നിട്ട് അതെനിക്ക് പറയാനുണ്ട്. എനിക്ക് ആൻസൈറ്റി ഡൗൺ ഒക്കെ വന്ന് ഭയങ്കര ഇതായിട്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ഫേസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാനത് ഓവർകം ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ഒരാളാണ്. എങ്കിലും അത്ര ആ ഫേസ് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾക്കത് പറ്റും. ഇതൊക്കെയാണ് മോട്ടിവേറ്റഡ് ആക്കുന്നത്. പിന്നെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ, എനിക്കിത് ചെയ്യണം. ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനുണ്ടോ, എനിക്കിത് ചെയ്യണം, ഇതേപോലെ ചെയ്യണോ, എനിക്കിതേപോലെ പറ്റുന്നൊക്കെ തോന്നുന്ന ഒരാളാണ്. അതാണ് വാട്ട് ഈസ് എ ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി, ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്? ഇൻസെക്യൂരിറ്റി ആണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരുപാട് ക്രൗഡുള്ള, നിങ്ങളിപ്പോൾ തന്നെ യൂട്യൂബിൻ്റെ ഫംഗ്ഷൻസിനാണെങ്കിലും ഒരുപാട് പ്രോഗ്രാംസിനാണെങ്കിലും അവാർഡ് അങ്ങനെ ഒന്നും പോയിട്ട് അധികം കണ്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് മെയിൻലി എൻ്റെ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ്. പോയേ പറ്റൂ എന്നുള്ളതിലാണ് ഞാൻ കൂടുതൽ പോകാറുള്ളത്. കുറേയൊക്കെ അല്ലെങ്കിൽ പോകണോ വേണ്ട, എനിക്ക് വേണമെങ്കിൽ ആ ഫോട്ടോ എടുത്ത് പോവാം. ഞാൻ കുറേയൊക്കെ അങ്ങനെ ഇതാക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇക്കൊല്ലാണ് ഞാൻ കുറേ പ്രോഗ്രാംസിനൊക്കെ ഞാൻ പിന്നെയും വർക്ക് ചെയ്ത് പുറത്തൊക്കെ ഇങ്ങനെ സെറ്റായി തുടങ്ങിയത്. പണ്ട് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിരുന്നു, പിന്നെ ഞാൻ ഭയങ്കര ആംബിവേർട്ടഡ് ആയി. പിന്നെ എനിക്ക് ഇടയ്ക്ക് തോന്നി ഇൻട്രോവേർട്ടായിരുന്നു, പക്ഷേ ഇൻട്രോവേർട്ടല്ല. ബട്ട് ഞാൻ വളരെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒതുങ്ങി പോയ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഒരുപാട് ആൾക്കാരുടെ സ്ഥലം എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതൊരു ഇൻസെക്യൂരിറ്റി ആണോ എന്ന് എനിക്കറിയില്ല. അത് ഡീൽ ചെയ്യാന്ന് വെച്ചാൽ അത് ഞാൻ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻസെക്യൂരിറ്റി എൻ്റെ കൈ കുറച്ച് തടിയിൽ കൂടുതലാണെന്ന് തോന്നൽ എനിക്കുണ്ട്. ബട്ട് ഇപ്പം നമ്മൾ കുറച്ച് മസിലൊക്കെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാനുണ്ടോ എന്നറിയില്ല, പക്ഷേ കുറച്ച് മസിൽ കണ്ട കുട്ടി മസിൽസ്. പെൺപിള്ളേർക്ക് മസിലൊരു ഭയങ്കര ബുദ്ധിമുട്ടാണോ? ഞാനാണെങ്കിൽ പ്രോട്ടീനും ക്രിയാറ്റിനും ഒന്നും എക്സ്ട്രാ എടുത്തിട്ടില്ല. ഒക്കെ ജസ്റ്റ് ഫുഡ് മാത്രമാണ്, അതൊക്കെ എടുക്കണം. സോ എത്ര കാലം ഇതൊക്കെ കുറേ അധികം കഷ്ടപ്പെട്ട് ഇത്ര വന്നത്. എൻ്റെ കൈ ഭയങ്കര സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ കുറേ അധികം കഷ്ടപ്പെട്ട് ഇത്ര വന്നത്. പക്ഷെ എന്നാലും കൈ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് തോന്നിക്കാറുണ്ട്. എന്നാലും വലിയ കാര്യമില്ല. പിന്നെ എനിക്ക് കഴുത്തിലാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ കുറച്ച് ഫാറ്റ് കൂടുതലാണെന്നൊക്കെ തോന്നാറുണ്ട്. വലിയ കാര്യമില്ല. മൈൽഡ് ഇൻസെക്യൂരിറ്റീസ് അങ്ങനെ വലിയ എഫക്റ്റ് വരാറില്ല. ഇൻസ്പിറേഷൻ ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ മാൽവിക സിറ്റ്ലാനിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാൽവിക സിറ്റ്ലാനി, കോമൽ പാണ്ഡെ, ഇപ്പം എനിക്ക് ബോഹോ ഗേൾ, കൃതിക ഖുറാന, അതുപോലെ ഒരുപാട് പേര് എനിക്ക് ഇഷ്ടമാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് ഇഷ്ടമാണ്. അങ്ങനെ ലൈഫ് സ്റ്റൈൽ കോണൽ എനിക്ക് സാറാ സരോഷിനെ ഭയങ്കര ഇഷ്ടമാണ്. ആൾ ഭയങ്കര ഭയങ്കര നമുക്ക് തോന്നും എന്തൊക്കെ ചെയ്യണം ഈ പ്രായത്തിൽ നമുക്ക് തോന്നും. എൻ്റെ ഏജാണ് എനിക്ക് 1 വയസ്സ് മൂത്തോളാം, എനിക്കറിയില്ല എൻ്റെ ഏജാന്ന് തോന്നുന്നു. പക്ഷെ ആൾ മൈ ഗോഡ് നമുക്ക് തോന്നും. വാട്ട്സ് വൺ ക്വാളിറ്റി യു ലവ് ദ മോസ്റ്റ് അബൌട്ട് യുവർ സെൽഫ്? അത് ക്വാളിറ്റിയാണ്, മോശം കാര്യമാണ്. എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഒരാൾ പെട്ടെന്ന് ഭയങ്കരമായി വിശ്വസിച്ച് പോയി. ഞാൻ ഒരാൾ വിശ്വസിക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരാളാണ്.
ആൻഡ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സർക്കിൾ ഭയങ്കര ചെറുതാണ്. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഇപ്പം എന്നെ ഒരാൾ ഭയങ്കര ഭീകരമായി വിഷമിപ്പിച്ചാൽ ഭീകരമായി ഞാൻ ഒരാളോട് അത്രയും ക്ഷമിക്കുകയും തല്ലുകൂടാനും പ്രശ്നം ഉണ്ടാക്കാനോ, ഇപ്പോൾ നിങ്ങൾ തന്നെ അറിഞ്ഞൊരു വർഷങ്ങളോളം ചിലപ്പോൾ എന്നോട് ദ്രോഹം ചെയ്താൽ ചിലപ്പോൾ ഞാൻ തല്ലുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോവില്ല, വിട്ട് കളയും. ലാസ്റ്റ് ഒരു പോയിന്റിൽ എനിക്കത് വിഷമമായാൽ എനിക്ക് ആളെ ഒഴിവാക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം കാര്യമായിരിക്കും, പിറ്റേ ദിവസം ഞാൻ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പേഴ്സണാണ് ഞാൻ. അങ്ങനെ എല്ലാവർക്കും അവരുടെ ലൈഫുണ്ട്, മനുഷ്യനാണ്, തെറ്റുപറ്റാം, അവർക്ക് സ്വാർത്ഥത വരാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. സോ എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മ, അച്ഛൻ, മിലൂബ്, ഇപ്പം മിലൂബിൻ്റെ അമ്മയച്ഛനും അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഇവരൊഴിച്ച് എന്നാൽ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഇവരാരും ഇല്ലെങ്കിൽ ഇപ്പം മിലൂബ് എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ മാത്രമാണെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് ഈ പറയുന്ന രണ്ടുപേരും, മിലൂബ് എൻ്റെ അമ്മ അവരൊക്കെ ആയിട്ട്. അതല്ലാതെ ഞാൻ അത്ര അങ്ങനെ ഞാൻ ഭയങ്കര ഡിറ്റാച്ച്. എനിക്കറിയാം മനുഷ്യരാണ്, അവർക്ക് അവരുടെ ലൈഫുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്താലും അവർ ചിലപ്പോൾ ഇങ്ങനെ തരണമെന്നില്ല. ഞാൻ ഭയങ്കര കുറച്ചധികം പ്രാക്ടിക്കലാണ്, എന്നാൽ വിഷമം കൊല്ലാണ് കേട്ടോ. പക്ഷെ അത് എനിക്ക് ഒരു ദിവസം കരഞ്ഞു ചേർത്ത് പിറ്റേ ദിവസം ഓക്കെ ഇനി എന്ത് ലോകം ഇടിഞ്ഞു വീണാലും ഇവരുടെ ലൈഫില്ല എന്ന് കിട്ടുമെന്ന് തീരുമാനിക്കാൻ പറ്റും. ഇനി എന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അവരോട് തല്ലൂടാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും പോയില്ല കേട്ടോ. അപ്പം ഞാൻ ഒഴിഞ്ഞു പോരും ആ സാഹചര്യങ്ങളിൽ നിന്ന്. അങ്ങനെ എനിക്ക് ഭയങ്കര ഈസി അല്ല, പക്ഷെ എനിക്കത് പറ്റാറുണ്ട്. അതെൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രാമ എൻ്റെ ലൈഫിൽ ഇഷ്ടമല്ല, സീരിയസ്ലി ഇഷ്ടമല്ല. സോ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ആൾക്കാരായിട്ട് ഈസി ലൈഫാണ് ഇഷ്ടം. ബാക്കിയൊക്കെ ഞാനിങ്ങനെ അയ്യോ ഈ ക്യാമറയുടെ ചാർജ് ഇപ്പോൾ തരും. രണ്ടാമത്തെ തവണ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടേ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പ്ലാൻ ചെയ്യേണ്ടില്ല. വാട്ട് ചേഞ്ചസ് ഫീൽ ആഫ്റ്റർ കല്യാണത്തിന് ശേഷം മുൻപും വ്യത്യാസം എന്തായാലും ഉണ്ട് കല്യാണത്തിന് ശേഷം പോകും. പക്ഷെ എനിക്ക് എങ്ങനെയാണെന്ന് പറയണ്ടതെന്ന് അറിയില്ല. നമ്മൾ എപ്പോഴും ഒരാളുണ്ടായിരിക്കും. വ്യത്യാസം ഇതൊന്നുമല്ല. പുറത്തുനിന്നുള്ള ആൾക്കാർ കല്യാണം, ഞാൻ 21 വയസ്സ് കല്യാണം വെച്ച ആളാണ് കേട്ടോ. 21 വയസ്സിലൊക്കെ ഞാൻ ചെറിയ കുട്ടിയാണ്. പക്ഷെ ആൾക്കാർ നമ്മൾ ഭയങ്കര വലുതായിട്ട് ശരി കല്യാണം കഴിഞ്ഞു, മെച്യൂരിറ്റി വരണം, മെച്യൂരിറ്റി കാണിക്കണം. നമുക്ക് മെച്യൂരിറ്റി ഉള്ളിലുണ്ട്. ഞാൻ അത്യാവശ്യം മെച്യൂറായിട്ടുള്ള ആളാണ് ഉള്ളിൽ. പക്ഷേ ഞാൻ സംസാരമൊക്കെ ഞാൻ ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കാൻ എനിക്കറിയാം. ഞാൻ കുറച്ചൊരു കച്ചറ ചാടി നടക്കുന്ന കുട്ടിയാണ്. മെച്യൂരിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് മെച്യൂറായിട്ട് ചില ആൾക്കാരെ അങ്ങനെയാണ് കേട്ടോ. അപ്പം എൻ്റെ ഒപ്പം കുറേ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ചില ആൾക്കാരുണ്ട്, ഇവർ സംസാരം ഭയങ്കര മെച്യൂറായിരിക്കും, പക്ഷെ പ്രവൃത്തിയിൽ അത് ഉണ്ടാവണമെന്നില്ല. അപ്പം എൻ്റെ പ്രവൃത്തി എല്ലാം മെച്യൂറാണെന്നല്ല, പക്ഷെ ഞാൻ ഇത് മെച്യൂരിറ്റി കാണിക്കണം. നിങ്ങൾ മെച്യൂർ ആകണം, നിങ്ങൾ കല്യാണം കഴിഞ്ഞു, നിങ്ങളിനി അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. വാട്ട് ആർ യു ഡൂയിങ് ഫോർ എ ലിവിങ്? ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സം അതർ പരിപാടീസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ മോഡലിംഗ് പരിപാടി അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ഓഫ്ലൈനാണ്, അത് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ നമുക്ക് പറയാം. ബെസ്റ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ് യു ഹാവ് എവർ യൂസ്ഡ്? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഓരോ സമയത്ത് ഓരോന്നുണ്ട്. ചില സമയത്ത് ചിലത് നന്നായി വർക്കും, കുറച്ച് ചിലത് വർക്കാവുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. ആക്റ്റീവ് ആൻഡ് ബെസ്റ്റ് ഹോം റെമഡി ഫോർ സ്കിൻ ആൻഡ് ഹെയർ? ഒരുപാട് ഹോം റെമഡീസ് ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ചാനൽസ് കൂടുതൽ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പറ്റുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. വൺ ക്യാരക്ടർ ഇൻ യു വിച്ച് യു വിഷ് ടു ചേഞ്ച്? എനിക്ക് പെട്ടെന്ന് ആൾക്കാരോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. എനിക്ക് കുറേ ആൾക്കാരെ എല്ലാവരും കുറച്ച് പേടിയാണ്. എൻ്റെ ചുറ്റുവട്ടത്തുള്ള മിലൂബ്, എൻ്റെ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് പുറത്തിങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എതിർത്ത് സംസാരിക്കാനാണെങ്കിലും കുറച്ച് പേടിയാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നുള്ളൂ. ഞാൻ പൊതുവേ കുറച്ചും കൂടി ഞാനങ്ങനെ പ്രശ്നം ഉണ്ടാക്കാത്ത, തല്ലുണ്ടാക്കാനൊക്കെ കുറച്ച് പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. ഒഴിവാക്കാൻ പറ്റും എനിക്ക് ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ഒഴിവാകും. മോശം ആൾക്കാരാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതല്ലാതെ എതിർത്ത് സംസാരിക്കുക, തല്ലൂടുക, അതൊന്നും എൻ്റെ ഒരു സംഭവമല്ല. പക്ഷെ ഞാൻ എൻ്റെ അമ്മയോടും മിലുവിനോടൊക്കെ സംസാരിക്കും, തല്ലൂടുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവൾക്കാണോ നാവില്ല എന്ന് പറഞ്ഞതെന്ന് തോന്നും. എന്നാലും പുറത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹൗ ആർ യു മാനേജിങ് യുവർ ഫേസ്? ഇറ്റ് സീംസ് സോ സ്ലിം ആൻഡ് പ്രിറ്റി. ഒരിക്കലല്ല. ഞാൻ തടിച്ചതിൻ്റെ മുഖമാണ് ആദ്യം തടിക്കുക. ഇതൊക്കെ ഞാൻ ഡയറ്റ് ചെയ്ത് കുറയും. ഞാൻ ഇനി ഫുഡ് അടിച്ചാൽ കൂടും. അത് അങ്ങനെ പെർമനൻ്റ് ഒന്നുമല്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, വാട്ട് അബൌട്ട് യുവർ ഫാമിലി പ്ലാനിങ്? ഐ നോ ഇറ്റ്സ് എ ലിറ്റിൽ ടു പേഴ്സണൽ, ബട്ട് ഐ ഗസ് ഇഫ് സംതിങ് ലൈക്ക് ദാറ്റ് ക്യാൻ ആഡ് യു കാണാൻ ഡെഫിനറ്റ് റീച്ച്. ബേസിക്കലി പ്രഗ്നൻ്റ് ആയാൽ വ്യൂസ് കൂടുന്നതാണ്. രണ്ട് തരത്തിലുള്ള ആൾക്കാരുടെ എൻ്റെ കൂടെ ഉള്ളത്. ചിലർ പറയും നീ ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പോൾ വല്ല കുട്ടിയോ പ്രഗ്നൻ്റൊക്കെ ആക്കി നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ജോലി വേണം, അതാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ. അതവർ കൺസേൺ ആണ്, സ്നേഹം കൊണ്ട് പറയുന്നതാണ്. രണ്ടാമത്തെ ആൾക്കാരുണ്ട്, പ്രഗ്നൻ്റ് ആവും ഇപ്പം കിട്ടും റീച്ച്, നീ യൂട്യൂബ് ചാനൽ കത്തും എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവരും സ്നേഹം കൊണ്ട് പറയുന്നതാണ്, കത്തിക്കോട്ടെ വെച്ചിട്ട്. പ്രഗ്നൻ്റ് ആവും ഇപ്പം കിട്ടും റീച്ച്, നീ യൂട്യൂബ് ചാനൽ കത്തും എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവരും സ്നേഹം കൊണ്ട് പറയുന്നതാണ്, കത്തിക്കോട്ടെ വെച്ചിട്ട്. പക്ഷേ രണ്ടിനും വേണ്ടി നമുക്ക് എനിക്കറിയാം ബേസിക്കലി പ്രഗ്നൻ്റ് ആയാൽ കല്യാണം, പ്രഗ്നൻസി, വിവാദം, കുടുംബ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് വ്യൂസ് ഉണ്ടാക്കുന്ന യൂട്യൂബ് പരിപാടി. ഇത് അറിയാത്ത ആളൊന്നുമല്ല. ഞാൻ 4-5 വർഷമായാലും ചെയ്തുകൊണ്ടിരിക്കുന്നു.
ബട്ട് അതിനുവേണ്ടി ഇപ്പോൾ കുട്ടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഐ എം സ്റ്റിൽ 26 ആൻഡ് ഓൾസോ എൻ്റെ പിള്ളേർക്ക് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ട്രാവൽ പോലും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡോട് വെച്ചാൽ പറയും പിള്ളേരോ ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ എന്നവൻ ചോദിക്കും. സോ നമ്മളങ്ങനെ തിങ്ക് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് എന്തായാലും വേണം. സോ അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. യൂട്യൂബിൽ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് ശരി അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. എനിക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസും വരുമാനവും ഉണ്ടാകാൻ പോകുന്നത് കൊച്ചിനെ നോക്കാനുള്ള പൈസ ഉണ്ടാകാൻ പോകുന്നത് ആ സമയത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് എൻ്റെ കല്യാണ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ എന്തിട്ടാലും ഭയങ്കര വ്യൂസ് തന്നെയായിരുന്നു. അത് ഓരോ ടൈമാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇന്നത്തെ Q&A വീഡിയോ. ഞാൻ ഇനി മിലുവായിട്ടും ഒരു സമ്മയായിട്ട് Q&A പിന്നെ എന്തെങ്കിലും പേഴ്സണൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ചോദിച്ചോളൂ. പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ആയിട്ട് ലവ് യു ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.